എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് കണ്ടോ ഒരു നാരങ്ങ. ആദ്യം തന്നെ ആ നാരങ്ങ കാണിച്ചിട്ടുണ്ടാകും നമ്മൾ തുടങ്ങിയേക്കുന്നത്. ഇത് പീച്ചിങ്ങയാണ് കേട്ടോ, നാട്ടിൻപുറത്തെ പീച്ചിങ്ങയല്ല, ഇത് ഇവിടെ ഉണ്ടാകുന്ന പീച്ചിങ്ങയാണ്. കണ്ടോ? പക്ഷേ ഇത് കറി വെക്കുമെന്നാണ് പറയുന്നത്. ഞാൻ കറി വെച്ചിട്ടില്ല. എന്നാലും നിറച്ചുണ്ടാകുന്നുണ്ട്, ഒരുപാട് സ്ഥലത്തുണ്ടായി കിടപ്പുണ്ട് ഈ പീച്ചിങ്ങ. ഇത് വേറൊരു വീട്ടിലെ പച്ചക്കറിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ചീരയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പച്ചച്ചീര ഒരുപാട് പച്ചച്ചീരയുണ്ട്. ഇതൊരു പയറാണ്, നിറഞ്ഞുണ്ടാകുന്ന പയറാണ്. തൊലി പൊളിച്ചിട്ട് അതിൻ്റെ കുരു കായാണ് വെക്കുന്നതെന്നാണ് പറയുന്നത്. കണ്ടോ, നല്ല ടേസ്റ്റാന്ന് പറയുന്നുണ്ട് അത് വെച്ചാൽ. അതും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. ഇതല്ലാതെ തോരൻ വെക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അവർ പറയുന്നത് അതിൻ്റെ തൊലി പൊളിച്ചിട്ടാണ് വെക്കുന്നത്. ഇത് അല്ലാതെ വെക്കുന്നതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാന്ന് വെച്ചാൽ അല്ലാതെ വെക്കുകയല്ലെന്നാണ് പറയുന്നത്. വെക്കുമെന്ന് നമുക്കറിയാലോ, ആരെങ്കിലും വെച്ചിട്ടുണ്ടോ, വെക്കുന്നതാണോ എന്നറിയാമല്ലോ. ഇത് കണ്ട പച്ചച്ചീര കണ്ട, ഇഷ്ടംപോലെ പച്ചച്ചീരയുണ്ട്. എല്ലാം എവിടെ തിരിഞ്ഞ് നോക്കിയാലും പച്ചച്ചീരയുണ്ട്, നിറച്ച് പച്ചച്ചീരയാണ്. ഇതാ പീച്ചിങ്ങയാണ്, നമ്മൾ ആദ്യം കാണിച്ചതാണ്. പിന്നെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു. വെണ്ടയുണ്ട്. വെണ്ടയൊന്നും അധികം ഇല്ല, അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം. പറമ്പ് മുഴുവൻ വേണ ചീരയാന്ന് തന്നെ പറയാൻ വേണേല്. നിറച്ച് ചീരയാ കണ്ടോ. ഇത് കണ്ടോ ഈ മത്തങ്ങ, എന്ത് കളറല്ലേ, നല്ല കളറല്ലേ കാണാനായിട്ട്. ചെറുതാണ് ഇത്, ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മൂടി ഇടാത്തതുകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറയണം. അതുകൊണ്ട് ഇപ്പോൾ മൂടി ഇട്ടതുകൊണ്ട് അത് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്, താഴെ ഒരെണ്ണം മൂടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ കളറല്ലേ, കളറ് കണ്ടിട്ട് തന്നെ നല്ലൊരു അട്രാക്ഷനാണ് കളറ്. മൂത്തിട്ടില്ല, ചെറുതാണ്, പക്ഷേ അതിൻ്റെ കളർ നോക്കി. ഇതൊരു സൈസ് ചീരയുടെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ, കറി വെക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നിറഞ്ഞ് കയറി കിടക്കുന്ന ചീരയാണ്. അത്യാവശ്യം പച്ചക്കറി പറമ്പിൽ തന്നെ ഉണ്ട്. ഇവർ കൊടുക്കുന്നതൊന്നും അല്ല കേട്ടോ, വീട്ടാവശ്യത്തിന് വേണ്ടി നട്ട് വെച്ചേക്കുവാണ്. ഇതിലും ആവശ്യം വരുമ്പോൾ എടുത്ത് കറി വെക്കും, അത്രേ ഉള്ളൂ. ഇതും ആ ചീരയാണ്, നിറഞ്ഞ് പിടിച്ച് കയറി കിടക്കുവാണ് ചീര. എന്തോ ഒരു വള്ളിച്ചീര, പേരൊന്നും അറിയത്തില്ല. ഇതോ ഒരു വള്ളിച്ചീര. ഉള്ളി നിൽക്കുന്ന തൊട്ട് താഴെ പയറുണ്ട്, കുമ്പളനുണ്ട്. ഇത് പയറാണ്. പക്ഷെ ഈ പയറെന്ന് വെച്ചാൽ കറുത്ത ബ്രൗൺ കളറാണ് കേട്ടോ. നിറച്ചുണ്ടായി കിടപ്പുണ്ട്. പക്ഷെ ഇതിങ്ങനെ വീഡിയോയിൽ അത്ര തെളിഞ്ഞ് കാണാത്തത് ഈ കളറിൻ്റെയാണ്. ബ്രൗൺ കളറാണ് കണ്ടോ, നിറച്ചുണ്ടായി കിടപ്പുണ്ട്. എവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും, എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം പച്ചപ്പെന്ന് പറഞ്ഞുകൊണ്ട് എവിടെ തിരിഞ്ഞു നോക്കിയാലും കാണുന്ന മുഴുവൻ ചീരയാണ്. ഏതിൻ്റെ കൂടെയും ചീരയുണ്ട് കേട്ടോ. തക്കാളിയുണ്ട്. ഇങ്ങനെയൊക്കെ കാണാൻ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അതാണ് പച്ചക്കറി ഉണ്ടെന്ന് കേട്ടപ്പോൾ ഒന്ന് പോയേക്കാന്ന് വെച്ചൊന്നും കണ്ടിട്ട് വരാമെന്ന് ഓർത്ത്. കണ്ടോണ്ടിരുന്നപ്പോഴാണ് ഓർത്ത് വന്നത്. പിന്നെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്നോർത്ത് അതുകൂടെ പിടിച്ചു. പച്ചപ്പയറും ഉണ്ട് കേട്ടോ, ഇടക്ക് പച്ചപ്പയറും ഉണ്ട്. ഈ പയറ് ബ്രൗൺ കളറിലെ പയറും ഉണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു കേട്ടോ, ഇത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, എന്നേ കൊടുക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. അതിന് മാത്രം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു, കൊടുക്കാനുള്ളത്ര ഒന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. പക്ഷെ കുറച്ചല്ല, നമ്മുടെ വീട്ടാവശ്യത്തിനും കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ട്. ഉണ്ടാ പയറൊക്കെ കാണിച്ചു തരിക. ഇത് വേറൊരു പയറാണ് കണ്ട. ഇത് പച്ചക്കറി തൊലി പൊളിച്ചിട്ടാണ് കറി വെക്കണമെന്നാ പറഞ്ഞത്. അതൊക്കെ കാട് പോലെ ഉണ്ടാകും, കൊണ്ട വെച്ചാൽ ഇഷ്ടംപോലെ നിറച്ചുണ്ടാകും. ഞാൻ ഉണ്ടായി കിടക്കുന്നത് വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴായാലും നിറഞ്ഞൊരു ഒരു കൊന്നയാന്ന് തോന്നുന്നു, അത് നിറഞ്ഞ് കയറി കിടന്നിട്ട് അന്ന് എന്നോട് ചോദിച്ചാൽ വേണമെന്ന്. പക്ഷെ എനിക്ക് അത് കണ്ടിട്ട് ഒരു മത്ത് ചൊവ്വയോ ഒരു
മക്ക് മണവോ ഒക്കെ തോന്നി. ഇത് കണ്ടോ, ഇത് അമ്പഴങ്ങാടെ ചെറിയൊരു മരവണത്തെ നിറച്ചുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഈ കിടക്കുന്ന കുമ്പളമാണ്. ഇത് കണ്ടോ, ചെറുതാണ്, നിങ്ങൾക്ക് കാണാവുന്ന നിറത്തിൽ സൂം ചെയ്തിട്ടാണ്, മുകളിലായതുകൊണ്ട് അടുപ്പിച്ച് കാണിച്ചതാണ്. ചെറിയ നെയ്ക്കുമ്പളങ്ങയാന്ന് തോന്നുന്നു. കുമ്പളങ്ങ തന്നെ താഴെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ കുമ്പളങ്ങ ഉണ്ടായി കിടക്കുന്നേ. ഒത്തിരി വലുതൊന്നും അല്ല കേട്ടോ, ചെറിയ കുമ്പളങ്ങയാണ്. കണ്ടോ, ആ വീടിൻ്റെ പരിസരമാണ് ഞാൻ കാണിച്ചിരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഇതാണ് ആ വീട്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി ഇതൊക്കെ കാണാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അന്നേരം ഓർത്തോ ഇന്ന് വെയിലൊക്കെ ഉണ്ട്, നമ്മുടെ പറിക്കാതെ കിടക്കണം മഞ്ഞളൊക്കെ ഒന്ന് പറിച്ചേക്കാന്ന് ഓർത്തു. നമുക്ക് ഉണക്കിയെടുക്കാമല്ലോ. എന്തിനാ കളയുന്നത്? ഇത് കുഴിച്ചു വെച്ചൊന്നും അല്ല കേട്ടോ. അവിടെ എവിടെയായിട്ട് എവിടേക്കോ വിത്ത് ഇതിൻ്റെ പറിച്ചപ്പോൾ കിടന്ന് അങ്ങനെ ഒറ്റൊരു ഇത് ചെറിയൊരു മഞ്ഞൾ ഞാൻ കൊണ്ട് പറമ്പിൽ വെച്ചതാണ്. പിറ്റേ പ്രാവശ്യം അത് നോക്കിയപ്പോൾ നിറഞ്ഞു കിട്ടി. ആ നിറഞ്ഞത് പിന്നെ അവിടെ കുഴിച്ചു വെച്ചു. അങ്ങനെ വന്നിപ്പോൾ പറമ്പ് മുഴുവൻ എല്ലാ പ്രാവശ്യം നമ്മൾ നട്ട് പറിച്ചാലും എവിടേക്കോ തന്നെ കിടന്നിട്ട് പിന്നെയും മഞ്ഞളുണ്ടാവും. ഞങ്ങൾ നടുന്നുണ്ട്, എന്നാലും നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾ നടാതെ തന്നെ ഇതുപോലെ കിട്ടും. ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ വില അറിയത്തില്ല കേട്ടോ. ഇല്ലാത്തവർക്കറിയാം അതിൻ്റെ ഒരു വിഷമം. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ നമ്മൾ വേറെ എവിടെന്തെങ്കിലും ചോദിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഒരു വിഷമം ഒരു വല്ലാത്തതല്ലേ. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വിഷമം അറിയത്തില്ല. പക്ഷേ ഒരു ചെറിയ മഞ്ഞൾ കഷ്ണമായാലും അടുത്തുള്ള വീട്ടിൽ നിന്നായാലും നമ്മൾ ചോദിക്കാൻ നിന്നാൽ അയ്യോ അവർക്ക് എന്ത് തോന്നും, അയ്യോ ചോദിക്കണം, എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു വിഷത്തിന് വല്ലയിടത്തും അരച്ചിടാനോ ഒക്കെ ആയിരിക്കും. എന്നാലും ഒരു വല്ലാത്തൊരു മനസ്സിനൊരു വിഷമമല്ലേ നമുക്ക്. പക്ഷെ നമ്മുടെ വീട്ടിൽ മഞ്ഞൾ ഉണ്ടേലോ അതിനൊരു വില ഇല്ലതാനും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇല്ലാത്തവർക്കറിയാം അതിൻ്റെ വിഷമമൊന്നും. ഞാനങ്ങനെ മേടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വാടകയ്ക്ക് താമസിച്ചപ്പോൾ നമുക്കൊന്നും കുഴിച്ച് വെക്കാനൊന്നും പറ്റും. എന്നാലും അത്യാവശ്യം ഞാൻ കവറിനകത്ത് എനിക്ക് അത്രയ്ക്ക് പച്ചക്കറി നടുന്നതും പറിക്കുന്നതൊക്കെ അതുപോലെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുഴിച്ച് വെക്കുമായിരുന്നു കേട്ടോ. പക്ഷേ മഞ്ഞളും അതൊക്കെ കുഴിച്ച് വെക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ എന്തെങ്കിലും വല്ലതൊക്കെ കൈക്കിട്ട് കുഞ്ഞു പിള്ളേരൊക്കെ ആയിരുന്നപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൈക്ക് പറ്റുമ്പോഴോ അല്ലെങ്കിൽ വല്ലവരും പറയുന്നത് എന്തെങ്കിലും വിഷമാണ്, അപ്പോൾ മഞ്ഞളും തുളസിയിലും കൂടെ അരച്ചിട്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അടുത്ത വീട്ടിലെ മഞ്ഞൾ മേടിക്കാൻ പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു വിഷമമായിരുന്നു. ചിലർക്ക് ഈ തരാനൊക്കെ മടിയുള്ളവർ കാണുമല്ലോ. മഞ്ഞളുണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ നമുക്കറിയാം അവരുടെ ഇത് ഒരു കഷ്ണം മഞ്ഞൾ തരുമോ എന്നും പറഞ്ഞ് നമ്മളൊരു വീട്ടിൽ പോയി ചോദിക്കുന്നത് അതൊരു നമുക്ക് പറയാൻ പറ്റാത്തൊരു ഇതാ. അപ്പോൾ ഓരോ ചുവടും കണ്ടുപിടിച്ചാണ് നമ്മൾ ഇപ്പം പറിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ഞൾ അടിയിലേക്കാണ്. റോഡിൽ കൂടെയൊക്കെ എന്തോ വിളിച്ച് പറഞ്ഞു വരിക. ഒറ്റ പ്രാവശ്യം ഒരു ചുവട് കൊണ്ട് കുഴിച്ച് വെച്ചാൽ പിന്നെ അത് നിരന്ന് കടന്ന് പറമ്പ് മുഴുവൻ ഇപ്പം അത്യാവശ്യം മഞ്ഞളൊക്കെ ഉണ്ട്. ഇനി നമുക്കൊന്ന് തപ്പി നോക്കേണ്ട അവസ്ഥയാണ് എവിടെയൊക്കെ. ഇത് മഞ്ഞളതെ, ഇത് മഞ്ഞളല്ലേ, മഞ്ഞള തപ്പി ഇവിടെ ഉണ്ടേ. കണ്ടോ ഇത് കണ്ടോ, ചെടിയുടെ ഇടക്ക് കിളുത്ത് നിൽക്കുന്നതുകൊണ്ട് കണ്ട പറിക്കാനും ഭയങ്കര പാടാ. പറിച്ചില്ല അത് ഇതായിപ്പോവും, പിന്നെ അത് കിളുത്ത് കയറി. ഇനിയും തപ്പി പിടിക്കണമെന്ന് തോന്നുന്നു. മഞ്ഞൾ ഇങ്ങനെ ഇലയൊക്കെ കളഞ്ഞത് കൊണ്ട്. ഇത് മഞ്ഞളാ കേട്ടോ. ഇതൊക്കെ പറിച്ചെടുക്കണമെങ്കിൽ ഒരു ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ എവിടെയാന്ന് ആ തടി വീണ് കിടന്നിട്ട് അതിൻ്റെ ഇടക്കൊന്ന് കിളുത്ത് കയറി വന്നു. ഇല്ലാത്തവർക്കറിയാം അതിൻ്റെ വിഷമം. ഇതിപ്പോൾ തന്നെ കിടന്നിട്ട് അതിനും കിളുത്ത് കയറി വരുന്നതുകൊണ്ട് മഞ്ഞളിൻ്റെ ഇത് അറിയത്തില്ല. അതുകൊണ്ടാണ് വേണ്ട അവിടെ കിടക്കട്ടെ എന്നൊക്കെ ഓർക്കുന്നത് അല്ലേ. തന്നെ ഒരു വളവും ചെയ്യാതെ ഒന്ന് കുഴിച്ചു പോലും വെക്കാതെ ഉണ്ടായി തരുമ്പോൾ അതിൻ്റെ വിഷമം അറിയത്തില്ല.
കണ്ടോ, ഒരു ചുവട് മഞ്ഞൾ ഇത്രയും കിട്ടി. വേണ്ടെന്ന് വെച്ചാലും പിന്നെയും പറിച്ചെടുക്കും. കാരണം ചുമ്മാ കിട്ടുന്ന സാധനം നമ്മൾ കളഞ്ഞാൽ അതിൻ്റെ പിന്നെ കിട്ടിയില്ലല്ലോ. നമുക്കിതെല്ലാം എടുത്ത് സ്വരുക്കൂട്ടി ഉണക്കി വെക്കണം. അടുത്ത മഞ്ഞളിൻ്റെ ചുവട് തപ്പി വന്നതാണ്. കണ്ടോ, കാട്ടിനകത്താണ്. ഇവിടെ ഉണ്ട് ഇത് മഞ്ഞൾ. ഇത് അവിടെ ഉണ്ട് കേട്ടോ ഒരു ചുവട്. ഇതിലേറെ മഞ്ഞളുണ്ടല്ലോ. ഒരു ചുവട് വന്ന് പറഞ്ഞാലും കൊട്ട എടുത്തല്ലോ. തീർന്നോ? ഇനിയുണ്ട്. ഒരു ചുവട് വന്നടിയെന്നാണ് പിന്നെ ഈ പറിച്ചോണ്ടിരിക്കുന്നത്. തീരാറായില്ല. ഇളകിയ മണ്ണൊക്കെയാണ് നന്നായിട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ. വളവും വേണ്ട, ഒന്നും വേണ്ട. ഇനി മതി, അവിടെ കിടന്ന് കിടക്കട്ടെ. കണ്ടോ, 2 ചുവട് മഞ്ഞളേ പറിച്ചുള്ളൂ. ഇവിടുന്ന് അവിടുന്ന് ഇത്ര ഉണ്ട്. കണ്ടോ, ഇല്ലാത്തവർക്കറിയാം അതിൻ്റെ വിഷമം. ഒരു ചെറിയ മഞ്ഞളിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അറിയാം അതിൻ്റെ വിഷമം അല്ലേ. അടുത്ത തപ്പി പിടിക്കാൻ വന്നതാണ്. ഇല മാത്രം കണ്ടു വിട്ട് കിടക്കുന്നു. പക്ഷെ ചുവട് എവിടെയാണെന്ന് നോക്കി വന്നപ്പോഴാണ് ഇത് കണ്ടോ. ഇത്തിരിയെങ്കിലും ഇല കിടന്നുകൊണ്ട് കിട്ടി. ഇവിടെ ഇങ്ങോട്ട് ഇരിപ്പുണ്ട്. ഇത് ഒരു ചുവട് മഞ്ഞളാണ് നമ്മൾ എടുത്തതിൻ്റെ ബാക്കിയാണ് അത്ര. കണ്ട, ചുവട്ടിലെ മഞ്ഞൾ നിന്നതെന്നൊന്ന് നോക്കിയേ. കണ്ട, റോസയാണ്. അതിൻ്റെ ചുവടാണ് ഇപ്പോൾ കുത്തി ഇളക്കി ഞങ്ങൾ മഞ്ഞളെടുത്തത്. നമുക്കൊന്ന് ചുമ്മാ ഒന്ന് മൂടിയിട്ട് കൊടുത്തേക്കാം, അത് പോയാലോ. അടുത്ത തപ്പം വന്നപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ചീര കെയിലോ അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയത്തില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും വളർന്നിട്ടുണ്ട്. വിത്ത് ഉണ്ടാവുക എന്നറിയാനായിട്ട് ഇങ്ങനെ നിർത്തിയ കലയിലും കളയുന്നില്ല. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. കണ്ടോ, ചെറുതും നിപ്പുണ്ട്, വലുതും നിപ്പുണ്ട്. നോക്കാം നമുക്ക്. ഞങ്ങൾ 2-3 ഇലയൊക്കെ എടുത്ത് തോരനൊക്കെ വെച്ചു. പക്ഷെ എന്നിട്ടും നന്നായിട്ട് ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. നല്ല ഭംഗിയല്ലേ അതിൻ്റെ ഇലയുടെ ഈ സൈഡും ഇതൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. ഞൊറിഞ്ഞ് വെച്ചേക്കുന്ന കൂട്ടാ. അതിൻ്റെ താഴെ നിൽക്കുന്ന ആരാന്ന് നോക്കിയേ, ക്യാരറ്റ്. അതും ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. ഈ ആപ്പിളൊന്നും നിങ്ങൾ നോക്കി എന്തേലും കേടുണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയൊന്ന് ചുമ്മാ ഒന്ന് കടിക്കാമെന്നോർത്ത് ഓടിച്ചെന്നതേക്കാം. മുറിച്ചപ്പോൾ നോക്കി ഇതിൻ്റെ അകം കണ്ടോ, പുറം കണ്ടാൽ എന്തേലും കേട് പറയുമോ? ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. നമുക്ക് വിശ്വസിച്ചൊന്നും കഴിക്കാൻ പറ്റില്ല. കണ്ടോ, ഇത് കണ്ടോ ഇതിൻ്റെ വലിപ്പം. നിങ്ങൾക്കിത് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഒരു 5-8 കിലോ അല്ല കേട്ടോ ഈ കപ്പളങ്ങ. കണ്ടോ, ഒരു കപ്പളങ്ങ അത്രയും മുഴുപ്പിലുള്ള കപ്പളങ്ങയാണ്. പക്ഷെ ഇത് നമ്മൾ വീടുകളിൽ ഉപയോഗത്തിന് ഇത് അത്ര വലിയ ഇതല്ല. കാരണം മുറിച്ച് കഴിഞ്ഞാൽ
ഇത് മൊത്തം തീരത്തില്ല. പിന്നെ ഈ പറഞ്ഞോട്ട് ഷെയ്ക്കോ അങ്ങനെയൊക്കെ അടിച്ച് കുടിക്കാനൊക്കെ പറ്റുള്ളൂ. കണ്ടോ, ഒരുമാതിരി കപ്പളങ്ങ മുഴുവൻ ഇതുപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതൊരു മീഡിയം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെയും തീരും. പക്ഷെ ഇതെന്ന് വെച്ചാൽ തീരാൻ ഇച്ചിരി പാടാം. കണ്ടോ, അപ്പം നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ കിട്ടിയത് ഇത്ര. നമ്മൾ നട്ടതും അല്ല, പറിച്ചെടുത്തത് മാത്രം കേട്ടോ. കണ്ടോ, ഇത്ര മഞ്ഞൾ നമുക്കിപ്പോൾ കിട്ടി.